Dear, welcome back to Arcanex. So, +1 ക്രിസ്മസ് എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമല്ലേ. വ്യക്തമായ ഒരു പ്ലാൻ ഇല്ലാതെ പഠിച്ചാൽ നിങ്ങൾക്ക് A+ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. പല കുട്ടികളും നമ്മളോട് ചോദിക്കുന്നുണ്ട് കമന്റ് ബോക്സിലൊക്കെ ഫസ്റ്റ് ടേമിലെ ചാപ്റ്റേഴ്സ് ഒഴിവാക്കണോ, കാരണം സ്കൂൾ വൈസ് പലർക്കും ഓണം എക്സാം നടത്തി. അപ്പോൾ ഓണം എക്സാമിന്റെ ചാപ്റ്റേഴ്സ് പഠിക്കണോ വേണ്ടയോ, നമ്മൾ ഒന്ന് പറഞ്ഞ കാര്യമാണ്. എന്നാലും കുട്ടികൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെ കുറിച്ച് അതിന് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് പറയാം. അപ്പൊ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന്റെ വെയിറ്റേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ഓരോ ചാപ്റ്ററിന്റെയും വെയിറ്റേജ്. ഓർഗാനിക്കിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് ഒഴിച്ച് ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും എക്സാമിന് ഉണ്ടായിരുന്നു. ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിൽ 9 മാർക്ക് ആണെങ്കിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം 13 മാർക്ക് ആണ് അല്ലേ. ക്ലാസിഫിക്കേഷനിൽ നിന്നും 10 മാർക്ക്. ബോണ്ടിങ് ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, ഏറ്റവും അധികം കോൺസെപ്റ്റുകൾ പഠിക്കാനുള്ള ചാപ്റ്റർ ആണ് ബോണ്ടിങ്, അതിൽ നിന്നും 15 മാർക്ക്. തെർമോഡൈനാമിക്സിൽ 14 മാർക്ക് വരുന്ന സമയത്ത് ഏറ്റവും ടഫ് എന്നും ന്യൂമറിക്കൽസ് ഒക്കെ ഏറ്റവും ടഫ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഇക്വിലിബ്രിയം, അതിൽ നിന്ന് 15 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ചാപ്റ്റർ റിഡോക്സ് ആയിരുന്നു മക്കളെ. റിഡോക്സിന്റെ പ്രത്യേകത കഴിഞ്ഞ വർഷം റിഡോക്സ് റിയാക്ഷൻ എക്സാമിന് ഇല്ല എന്ന് പറഞ്ഞിരുന്നിട്ട് 4 മാർക്കിന്റെ ചോദ്യങ്ങൾ ആ ചാപ്റ്ററിൽ നിന്ന് വന്നു എന്നുള്ളതാണ്. ഒരു പോർഷൻ, അത് ഫുൾ ചാപ്റ്റർ കവർ ചെയ്തിട്ടില്ല, ഒരു പകുതി ടോപ്പിക് കവർ ചെയ്തുകൊണ്ട് അതിൽ 4 മാർക്ക്. അപ്പൊ ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ചാപ്റ്റേഴ്സ് ബോണ്ടിങ്, തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം, വെയിറ്റേജ് വളരെ കൂടിയ 3 ചാപ്റ്റേഴ്സ്. നിങ്ങളെ മനസ്സിലാക്കേണ്ട ഏകദേശം 45 മാർക്കാണ് ഈ 3 ചാപ്റ്റർ പഠിച്ചാൽ നമുക്ക് കിട്ടിയാൽ 44 മാർക്ക് കിട്ടും. നിങ്ങൾ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഈ കുറച്ച് ദിവസങ്ങൾ വളരെ ക്രൂഷ്യൽ ആണ്. സോ ആദ്യം മക്കള് ഒരു പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കുക. അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, ആ ചാപ്റ്റേഴ്സിന് എത്ര ടൈം സ്പെൻഡ് ചെയ്യും. ഇപ്പൊ കെമിസ്ട്രി മാത്രമല്ല, ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. അപ്പൊ ഓരോ ചാപ്റ്ററിനും എത്ര ടൈം സ്പെൻഡ് ചെയ്യും. ഇപ്പൊ റിഡോക്സിൽ നിന്ന് 4 മാർക്കിന്റെ ചോദ്യങ്ങളെ വന്നിട്ടുള്ളൂ. ഇതിന് നിങ്ങൾ മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്താൽ നഷ്ടമാണ്. ക്ലാസിഫിക്കേഷൻ പോലുള്ള ചാപ്റ്റർ ആണെങ്കിൽ വളരെ കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. അത് വ്യക്തമായിട്ട് പഠിച്ചാൽ 10 മാർക്കാണ് നിങ്ങൾ കിട്ടാൻ പോകുന്നത്. അപ്പൊ ഓരോ ചാപ്റ്റേഴ്സിന്റെയും വെയിറ്റേജ് വ്യക്തമായിട്ട് അറിഞ്ഞു വേണം പഠിക്കാൻ അല്ലേ. അപ്പൊ ആദ്യം നിങ്ങൾ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ പ്രയോറിറ്റൈസ് ചെയ്ത് അത് ആദ്യം പഠിക്കാൻ. അതാണ് ആദ്യത്തെ ജോലി. അതാണ് അത് ഫുൾ മാർക്കിലേക്ക് എത്താനുള്ള ആദ്യത്തെ പടി. അതാണ്. അതേപോലെ ചില ചാപ്റ്റേഴ്സ് ചിലപ്പോ പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർക്ക് ചില ചാപ്റ്റേഴ്സ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മുഴുവൻ ചാപ്റ്ററും പഠിച്ച് അങ്ങനെ മാത്രമേ എക്സാമുകളിലേക്ക് പോകാവൂന്നാണ് പറയുന്നത്. പക്ഷെ ചില കുട്ടികൾ അൺഫോർച്ചുനേറ്റ്ലി തുടങ്ങിയിട്ടുണ്ടാവത്തില്ല ആ ഒരു സീരിയസ്നെസ്സിൽ. അവർക്ക് ഇനി എല്ലാ ചാപ്റ്ററും ഫുള്ള് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റേഴ്സ്, ഇപ്പൊ റിഡോക്സ് പോലത്തെ ചാപ്റ്റേഴ്സിൽ എത്രമാത്രം പോർഷൻ, ആദ്യത്തെ പോർഷൻസ് ഒക്കെയാണ് വരിക. അപ്പൊ ക്രിസ്മസ് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച കോൺസെപ്റ്റുകൾ ഉണ്ടായിരിക്കും. ആ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി പഠിക്കും. ഇപ്പൊ റിഡോക്സിൽ ആണെങ്കിൽ ഓക്സിഡേഷൻ, റിഡക്ഷൻ ഒക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതുപോലെ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ഒക്കെ, ലിമിറ്റിംഗ് റിയേജന്റ് പോലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ എല്ലാ തവണയും ചോദിക്കുന്നതാണ്. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ കോണ്ടന്റ് നമ്പേഴ്സ് ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങില്ല. PSCPR തീരെ ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങില്ല. അങ്ങനെ ചില കോൺസെപ്റ്റുകൾ വ്യക്തമായിട്ട് അറിഞ്ഞു. അതേപോലെ ക്ലാസിഫിക്കേഷൻ ചെറിയൊരു ചാപ്റ്റർ ആണ്, പക്ഷെ 10 മാർക്ക് അവിടെ നിന്ന് കഴിഞ്ഞ തവണ വന്നിരുന്നു. അതിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇമ്പോർട്ടന്റ് ആണ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കഴിഞ്ഞ 10 വർഷങ്ങളിൽ തുടർച്ചയായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മക്കൾ അറിയേണ്ടത് ഏകദേശം ഒരു 10 മിനിറ്റ്, സോറി, ഒരു 1-2 മണിക്കൂർ വ്യക്തമായിട്ട് ഇരുന്ന് പഠിച്ചാൽ ഫുൾ മാർക്കിലേക്ക് എത്തിക്കാം. 10 മാർക്ക് കിട്ടാം. ക്ലാസിഫിക്കേഷൻ ഒക്കെ നിങ്ങൾ 10th പഠിച്ചതിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അതിൽ എക്സ്ട്രാ ഉള്ളത്. സോ വളരെ ഈസി ആയിട്ട് പഠിക്കാം. അപ്പൊ അങ്ങനെയുള്ള ടോപ്പിക്കുകൾ, ചില ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് കണ്ടെത്തി അത് പ്രയോറിറ്റൈസ് ചെയ്ത് അത് പഠിക്കുക. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച കോൺസെപ്റ്റ്. പിന്നെ റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. പഠിച്ച കാര്യങ്ങൾ വ്യക്തമായിട്ട് റിവൈസ് ചെയ്യുക. പുതിയ കോൺസെപ്റ്റിലേക്ക് പോകാതെ നന്നായിട്ട് റിവൈസ് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങൾ 10th പഠിച്ച ഒരു സിസ്റ്റം അല്ല 11th വന്ന സമയത്ത് തീർച്ചയായിട്ടും അതിന്റെ പാറ്റേൺ മാറി, പഠിക്കുന്ന രീതി മാറി, എല്ലാം മാറി. അതുകൊണ്ട് തന്നെ എഴുതി പഠിക്കുക, റിവൈസ് ചെയ്യുക. വീണ്ടും ന്യൂമറിക്കൽസ് ഒക്കെ എഴുതി പഠിച്ച് റിവൈസ് ചെയ്യാൻ. അതായത് ഒരു 78 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഓഫ് കോഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും, ചോയ്സ് ഉൾപ്പെടെ. അതിലൊരു 60 മാർക്കാണ് ഫുൾ മാർക്കിന് നിങ്ങൾക്ക് വേണ്ടത്. സോ ബാക്കി ഒരു 15-18 മാർക്ക് ചോയ്സ് ആണ്. അപ്പൊ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്താൽ തന്നെ ഫുൾ മാർക്ക് ഉറപ്പിക്കാം. അങ്ങനെ വ്യക്തമായിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കി പഠിച്ചാൽ തന്നെ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു രീതിയിൽ നല്ലൊരു മാർക്ക് എന്ത് ചെയ്യുക, ക്രിസ്മസ് എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങളെ C മാർക്കിനൊക്കെ ഇത് ബേസ് ചെയ്യുന്നുണ്ടല്ലേ. വ്യക്തമായ പ്ലാനോടുകൂടി ഓരോ സെക്കൻഡും യൂട്ടിലൈസ് ചെയ്യാൻ മക്കളെ. ഓൾ ദ വെരി ബെസ്റ്റ്. പിന്നെ ഞങ്ങൾ കൂടെ ഉണ്ടാവും അല്ലേ എല്ലാത്തിനും. ഓക്കെ, ബൈ.